ഇങ്ങനെ ചെയ്താൽ നീ ഉറപ്പായും സക്സസ് ആവും. മാനിഫെസ്റ്റേഷൻ വിത്ത് ഗോഡ്. ഇത് വെറും നീ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്ന ചിന്തയല്ല. ഇതൊരു സ്പിരിച്വൽ അലൈൻമെന്റ് ആണ്. നമ്മുടെ മനസ്സും വിശ്വാസവും പ്രവൃത്തിയും ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് പോകുന്ന ഒരു വലിയ യാത്ര. ജീവിതത്തിൽ പലപ്പോഴും തോന്നും, എന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വലിയ സത്യമാണ്. ദൈവം നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വലിയ പ്ലാൻ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നീ കാണുന്ന സ്ട്രഗിൾ, ഇന്ന് നീ അനുഭവിക്കുന്ന പെയിൻ, അതൊക്കെ നിന്റെ ജീവിതത്തിന്റെ അവസാന ചാപ്റ്റേഴ്സ് ആണ്. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്. ഇത് വെറുമൊരു റിലീജിയസ് കോട്ടല്ല. ഇത് മാനിഫെസ്റ്റേഷന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്. ലോകം മാനിഫെസ്റ്റേഷനെ പല രീതിയിൽ പറയുന്നു. പോസിറ്റീവ് തിങ്കിങ്, ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ എന്നൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ജീവിക്കുക. നമ്മുടെ മൈൻഡ് എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷനും പോവും. നമ്മൾ പോസിറ്റീവ് വിചാരിച്ചാൽ പോസിറ്റീവ് നടക്കും, നെഗറ്റീവ് വിചാരിച്ചാൽ നെഗറ്റീവ് നടക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വേർഡ്സ്, സെൽഫ് ഡൗട്ട്, ഇൻസെക്യൂരിറ്റി ഇവയെല്ലാം നിന്റെ സ്പിരിറ്റിനെ ദുർബലമാക്കും. എനിക്ക് പറ്റില്ല, ഞാൻ അൺലക്കിയാണ് എന്നൊക്കെ പറയുന്നത് മാറ്റി ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ മീ എന്ന് പറയണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് എന്ത് നടന്നാലും നന്ദിയുള്ളവരായിരിക്കണം. മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണ്. താങ്ക് യു ഗോഡ് ഫോർ അനദർ ഡേ എന്ന് പറഞ്ഞ് നീ രാവിലെ തന്നെ എണീക്ക്. ഇനി മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്ന് അറിയാത്തവർക്കായി ക്ലിയർ വിഷൻ ഉണ്ടാക്കുക. നിനക്ക് എന്ത് വേണമെന്ന് ആദ്യം നിനക്ക് തന്നെ ക്ലിയർ ആയിരിക്കണം. എന്ത് ജീവിതം, എന്ത് കരിയർ, എന്ത് മൈൻഡ് സെറ്റ്, എന്ത് റിലേഷൻഷിപ്പ്, എന്ത് ഫ്യൂച്ചർ, ഇതെല്ലാം നീ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ഓരോ ദിവസവും നീ നിന്റെ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്യുക. നീ ഓൾറെഡി ആ ജീവിതത്തിൽ എത്തിച്ചേർന്നതുപോലെ ഇമാജിൻ ചെയ്യുക. പ്രാർത്ഥിക്കുക. പ്രയറുള്ള മാനിഫെസ്റ്റേഷൻ പവർഫുൾ ആവും. പോസിറ്റീവ് വേർഡ്സ് സ്പീക്ക് ചെയ്യുക. ആക്ഷൻ എടുക്കുക. പ്രയർ മാത്രം പോരാ, ഡ്രീംസ് മാത്രം പോരാ. പഠിക്കണം, സ്കിൽ ഡെവലപ്പ് ചെയ്യണം, കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം. സക്സസ് തുടങ്ങുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതുകൊണ്ട് അതും നീ മറക്കരുത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നീ ഉറപ്പായും വിജയത്തിൽ എത്തിച്ചേരും.